ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. 2025 ഇതുവരെ ഏതായാലും ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വർഷമാണ്. കാരണം നമ്മളെ ഇഷ്ടപ്പെട്ട ടീം നമ്മുടെ ചില ടൂർണമെന്റ് ജയിച്ചില്ലെങ്കിൽ പോലും കപ്പ് അടിക്കാത്ത അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കപ്പ് നേടാനാകാത്ത ഒരുപാട് ടീമുകളും പ്ലേയേഴ്സും ഈ ഒരു സീസണിൽ കപ്പ് അടിച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ പാലസ് ഏകദേശം 119 വർഷത്തിന് ശേഷമാണ് അവരുടെ ആദ്യത്തെ കിരീടം നേടുന്നത്. അതുപോലെ തന്നെ ന്യൂക്കാസിൽ അതേപോലെ 70 വർഷത്തിന് ശേഷമാണ് ഒരു കിരീടം നേടുന്നത്. അതുപോലെ തന്നെ ഇറ്റാലിയൻ ലീഗിൽ ബൊലോഗ്ന FC AC മിലാനെ തോപ്പിച്ചുകൊണ്ട് ഒരു കിരീടം നേടി 53 വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ അതുകൂടാതെ നമ്മളെ പ്ലേയേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹാരി കെയിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. ടോട്ടൻഹാമിൽ പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനായി ടോട്ടൻഹാമിന് വേണ്ടി ഒരുപാട് ഫൈനലുകൾ കളിച്ച് ഒരുപാട് സീസണായിട്ട് ടോട്ടൻഹാമിലുണ്ട്. കപ്പ് അടിക്കാൻ കഴിയാതെ വിഷമിച്ച് ഒരു കപ്പ് എങ്ങനെയെങ്കിലും ആ ഒരു കരിയറിൽ നേടണം എന്നുള്ള ആഗ്രഹമായിട്ട് ബയണിൽ പോയി. അങ്ങനെ ബയണിലും ഏകദേശം കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വന്നു കപ്പടിക്കാൻ വേണ്ടി. അങ്ങനെ അവസാനം ബുണ്ടസ്ലീഗ ഇപ്പം ബയണിന്റെ കൂടെ പൊക്കിക്കൊണ്ട് തന്റെ കരിയറിലെ ആദ്യത്തെ കിരീടം അങ്ങ് നേടിയിട്ടുണ്ട് ഏകദേശം 10-15 കൊല്ലത്തിന് ശേഷം. അതുപോലെ ഹാരി കെയിൻ പോയെങ്കിലും ടോട്ടൻഹാമിൽ സണ്ണ് ഇപ്പോഴും കപ്പില്ലാതെ നിൽക്കുകയായിരുന്നു. ഹാരി കെയിൻ പോയി ബുണ്ടസ്ലീഗ അടിച്ചു. അപ്പം ടോട്ടൻഹാമും അങ്ങനെ ഇപ്പം ഒരു കിരീടം ഉയർത്തിക്കൊണ്ട് സണ്ണിനും അങ്ങനെ ഒരു കപ്പായി. ടോട്ടൻഹാമും 17 വർഷത്തിന് ശേഷം ഒരു കപ്പ് ഉയർത്താനായി. അപ്പം അങ്ങനെ ഒരു സ്ഥിതിയിലിരിക്കെ നമ്മൾ പാവം ബ്ലാസ്റ്റേഴ്സ് ഫാൻസും അത് കണ്ട് മോഹിക്കാവുന്നത് തന്നെയാണ്. കാരണം ഈ ഒരു സീസണിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സൂപ്പർ കപ്പിൽ നമ്മൾ തോറ്റിട്ടുണ്ടായിരുന്നു. ISL-ലും പ്ലേ ഓഫ് പോലും കയറാതെ പുറത്തായി. പക്ഷെ എന്നിരുന്നാലും അടുത്ത ISL സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ വേറൊരു ടൂർണമെന്റ് വരുന്നുണ്ട്. അറിയായിരിക്കും, റൺ കപ്പാണ് വരാൻ പോകുന്നത്. ജൂലൈ ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഡേറ്റ് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. കൊൽക്കത്ത ആ ഒരു സൈഡിൽ വെച്ചിട്ടാണ് മാച്ച് നടക്കാൻ പോകുന്നത്, ടൂർണമെന്റ് നടക്കാൻ പോകുന്നത്. അപ്പം അതിലേക്ക് നല്ലൊരു സ്ക്വാഡിനെ ഇറക്കുക എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം നമുക്ക് ആവശ്യമില്ലാത്ത പുതിയ കോച്ചിന് ആവശ്യമില്ലാത്ത പ്ലേയേഴ്സിനൊക്കെ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊടുത്ത് പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ ഇതാ ട്രാൻസ്ഫർ വിൻഡോയും മുന്നിൽ കൊട്ടി തുറക്കാൻ പോവുകയാണ്. ജൂൺ 1 തുറന്നു കഴിഞ്ഞാൽ പിന്നെ 10 ക്ലോസ് ആയി 16 വീണ്ടും തുറക്കും. അപ്പം ഓൾറെഡി കോച്ചും മാനേജ്മെന്റും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എല്ലാ ഫോറിൻ പ്ലേയേഴ്സിനെയും ജാനുവരി തന്നെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അവരൊന്ന് സൈൻ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല. എന്നിരുന്നാൽ പോലും ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുകയാണ്. ഇപ്പം ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി നമ്മുടെ നല്ലൊരു സ്ട്രൈക്കർ ആയിരുന്ന കോമി പെപ്രയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷാം പണ്ഡിത, ഇന്ത്യൻ ഫോർവേഡ് ആയിരുന്നു ഇഷാം പണ്ഡിത. നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ ഒന്നും തിളങ്ങാനായില്ല. ഒരുപാട് അവസരങ്ങളൊന്നും കിട്ടിയില്ല. ഇഷാം പണ്ഡിതയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. കീപ്പറേയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഏതായാലും ഇനിയും ഔട്ട് ഗോയിങ്സ് എന്തായാലും ഉണ്ടാവും. മിലോസ് പോകുന്നതാണ് ഏകദേശം അറിയാൻ കഴിഞ്ഞത്. ലൂണ വരെ പോകുന്നുള്ളൊരു വാർത്ത റൂമർ നമ്മളിപ്പോൾ കേട്ടു. മുംബൈ സിറ്റി ഏകദേശം ഒരു ഡീൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയെങ്കിലും ലൂണയെ പിടിച്ചു വെക്കാൻ നോക്കാനുള്ള ഒരു ശ്രമവും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. ഏതായാലും ലൂണ പോയാൽ അത് ഒരു 1.5 പോക്കായിരിക്കും. ലൂണയ്ക്ക് പകരം ഒരു പ്ലെയറെ കണ്ടെത്തുക എന്ന് പറയുന്നത് മാനേജ്മെന്റിന് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ഒരിക്കലും ആവില്ല. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ലൂണ. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ഫീൽഡിൽ കാണുന്നതാണ്. അപ്പോൾ ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫാൻസ് ഒരു സൈഡിൽ പ്രൊട്ടസ്റ്റിലാണ്. ടീം കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് പോലും കയറാതെ ഏറ്റവും ശോകം പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് പുറത്തായി. പുതിയൊരു കോച്ച് വന്നിട്ടുണ്ട്. കറ്റാലയുടെ ഒരു പ്ലേയിങ് സ്റ്റൈലിലേക്ക് വരുന്ന പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും മാനേജ്മെന്റിന്റെ ലക്ഷ്യം. മറ്റെല്ലാ ISL ക്ലബ്ബുകളും ഈ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ വിട്ടയക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞു നിന്നപ്പം ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ കേട്ട വാർത്തകൾ ഒട്ടും നല്ലതായിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ലൈസൻസ് പോയി. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് കിട്ടില്ല. ഇനിയിപ്പോൾ അതിനൊരു എക്സ്ട്രാ ഒരു ഫൈൻ അടച്ച് ആ ഒരു ലൈസൻസ് വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ പനമ്പള്ളി നഗറിലെ ട്രെയിനിങ് ഗ്രൗണ്ട് ഇനി കിട്ടില്ല എന്നുള്ളൊരു വാർത്തയാണ്. അങ്ങനെ ആകെ മൊത്തം മാനേജ്മെന്റ് ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളിലും ഈ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ വീഴ്ച വരിക എന്ന് പറയുമ്പോൾ അത് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം ഏതായാലും ഇതുവരെ ഒരു വാർത്തയില്ല. ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് പെപ്രയും അതുപോലെ തന്നെ നമ്മുടെ ഇഷാം പണ്ഡിതയൊക്കെ ഒരു താങ്ക് യു പോസ്റ്റ് വന്നപ്പോഴെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു അനക്കുണ്ടല്ലോ എന്ന് ഫാൻസിന് തോന്നിക്കാണും. ഏതായാലും ഇനി സൈനിങ് കൂടി വരട്ടെ. ആ ഒരു സൈനിങ്സും നമ്മുടെ പുതിയ ഫോറിൻ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് അറിയുമ്പോൾ ഫാൻസിനായാലും ഒന്ന് ഈ ഒരു വരാൻ പോകുന്ന സീസണിലേക്ക് ഈ ഒരു ദുരൻ കപ്പിലേക്കൊക്കെ ഒരു ആവേശം ഉണ്ടാവുള്ളൂ.
ഏതായാലും അതേതായാലും കാത്തിരുന്ന് കാണാം എത്രത്തോളം മികച്ച പ്ലേയേഴ്സ് ആയിരിക്കും നമ്മുടെ ടീമിലേക്ക് വരാൻ പോകുന്നത് എന്ന്. ഏതായാലും മിലോസിന് കൂടി ഒരു താങ്ക് യു പോസിറ്റീവ് വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ പോകുന്ന പെപ്രയ്ക്കും മിലോസിനൊക്കെ പകരം നമ്മൾ ഏത് ഫോറിൻ പ്ലെയർ ആയിരിക്കും നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. സൂപ്പർ കപ്പ് ഏതായാലും നഷ്ടപ്പെട്ടു. ഇനി വരാൻ പോകുന്ന ദുരൻ കപ്പ് അടിച്ചുകൊണ്ട് കറ്റാലയ്ക്ക് ISLലേക്ക് പ്രവേശിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. നമുക്കാണെങ്കിൽ പേരിനൊരു കപ്പ് കിട്ടിയാൽ മതി. കാരണം ഇപ്പൊ നിലവിൽ ISL കളിക്കുന്ന എല്ലാ ടീമുകൾക്കും കപ്പുണ്ട്. ഐ ലീഗിൽ നിന്ന് ക്വാളിഫൈ ആയി വന്ന ടീമുകൾക്കാണെങ്കിൽ പോലും അവർക്ക് ഐ ലീഗ് കിരീടമുണ്ട്. നമുക്ക് പേരിനൊരു കപ്പ് പോലും ഇല്ല. അപ്പം ദുരൻ കപ്പ് അത്ര മോശം കപ്പൊന്നും അല്ല ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്ക് നിലവിൽ ഒരു കപ്പ് പോലും ഇല്ല. അപ്പം ദുരൻ കപ്പെങ്കിലും അടിക്കാൻ കഴിയട്ടെ. ദുരൻ കപ്പ് അടിക്കണമെങ്കിൽ ഈ വരുന്ന ട്രാൻസ്ഫർ വിൻഡോ നല്ല രീതിയിൽ ഉപയോഗിക്കണം. ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ലൊരു കളി കളിച്ചാലേ ദുരൻ കപ്പ് പോയിട്ട് നമുക്ക് നല്ല കളി കളിക്കാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് പ്ലേയേഴ്സ് ഉണ്ടാവുള്ളൂ, ആവശ്യത്തിന് ഇന്ത്യൻ സ്ക്വാഡ് ഉണ്ടാവുള്ളൂ, ഇന്ത്യൻ സ്ക്വാഡ് ഡെപ്ത് ഉണ്ടാവുള്ളൂ. സോ നല്ല സബ്സ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ട്രാൻസ്ഫർ വിൻഡോ മാനേജ്മെന്റും FT ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കട്ടെ. നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇനിയും ഒരു സീസൺ ഇതുപോലെ പാളിപ്പോയ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ യഥാർത്ഥ സ്വഭാവം ഈ മാനേജ്മെന്റ് അറിയാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂ. സോ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കപ്പടിക്കാൻ സാധിക്കാത്ത ടീമുകൾ വർഷങ്ങളെടുത്ത് കപ്പടിച്ച ഒരു കഥ നമ്മളിപ്പോൾ ഈ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ കണ്ടു. അപ്പം അത്രയും വർഷമൊന്നും കാത്തിരിക്കാൻ മാത്രമുള്ള ഒരു കോമ്പറ്റീഷൻ ഈ ഒരു ഇന്ത്യൻ ISL ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ISL ഉണ്ട്, ദുരൻ കപ്പ് ഉണ്ട്, സൂപ്പർ കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു ഫെഡറേഷൻ കപ്പ് സൂപ്പർ കപ്പിന് പകരം വരാൻ പോവാന്ന് പറയുന്നുണ്ട്. അപ്പം അത്ര ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം നല്ലൊരു ടീമിനെ ഇറക്കി കഴിഞ്ഞാൽ, അത്യാവശ്യം ഒരു പൈസ ഇറക്കി ഒരു കുറച്ച് നല്ല പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നാൽ സിമ്പിളായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കപ്പ് സിമ്പിളായിട്ട് നേടാവുന്നതാണ്. കാരണം സൂപ്പർ കപ്പൊക്കെ കഴിഞ്ഞൊരു സൂപ്പർ കപ്പ് 4-5 മാച്ചുള്ളൂ നോക്കൗട്ട്. ആ ഒരു മാച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ഒരു കപ്പും കൊണ്ട് തിരിച്ചു പോരാവുന്ന ഒരു അവസ്ഥയായിരുന്നു. ഏതായാലും കഴിഞ്ഞ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വരാൻ പോകുന്ന ദുരൻ കപ്പിലും വരാൻ പോകുന്ന ISLലും നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ മാനേജ്മെന്റിന് കഴിയട്ടെ. ഏതായാലും ട്രാൻസ്ഫർ വിൻഡോയിലെ ഈ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.